എറണാകുളത്ത് ജില്ലാ പഞ്ചായത്തിൽ യുഡിഎഫിന് തിരിച്ചടി. യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. കടമക്കുടി ഡിവിഷനിലെ സ്ഥാനാർത്ഥി എൽസി ജോർജിന്റെ പത്രികയാണ് തള്ളിയത്. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഇവിടെ പത്രിക തള്ളുവാനുള്ള കാരണം എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലുള്ള ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റാണ് ഈ പ്രസിഡന്റ് പത്രികയാണ് തള്ളിപ്പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി യുഡിഎഫിന് നേരിടുന്നത്. അതായത് കടമക്കുടി ഡിവിഷനിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എൽസി ജോർജിന്റെ പത്രികയാണ് തള്ളിയത്. ഈ നാമനിർദ്ദേശ പത്രികയിൽ എൽസി ജോർജിനെ പിന്തുണച്ചത് ഡിവിഷന് പുറത്തുള്ള ആളാണ് എന്നതാണ്. ആ ഡിവിഷനിൽ അവർ മത്സരിക്കുന്ന ഡിവിഷനിൽ നിന്നുള്ള ആൾ തന്നെ വേണം സപ്പോർട്ട് ചെയ്യാൻ നാമനിർദ്ദേശ പത്രികയിൽ എന്ന് നിയമമുണ്ട്. ആ ചട്ടം പാലിക്കപ്പെടാത്തതാണ് പ്രശ്നം. അങ്ങനെ നാമനിർദ്ദേശ പത്രികയുടെ സ്ക്രൂട്ടിനിയുടെ സമയത്ത് അത് ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ നാമനിർദ്ദേശ പത്രിക തള്ളുകയുമായിട്ട് പ്രതിസന്ധി ഇതൊന്നുമല്ല, യുഡിഎഫിന് അവിടെ മറ്റ് ഡമ്മി സ്ഥാനാർത്ഥികൾ ആരുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഫലത്തിൽ യുഡിഎഫിന് ആ ഡിവിഷനിൽ സ്ഥാനാർത്ഥി ഇല്ലാതെയായി. ആകെ 3 പത്രികകളാണ് ഉണ്ടായിരുന്നത്. അതിൽ LDF, UDF, NDA. അതിൽ യുഡിഎഫിന്റെ പത്രിക തള്ളി. ഇനി LDFും NDAയും മാത്രമാണ് ഇവിടെ മത്സരരംഗത്തുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഇപ്പൊ UDF വോട്ടർമാർ എന്ത് നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രധാന കാര്യമാണ്. മറ്റൊന്ന്, എറണാകുളത്ത് തന്നെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലും 2 UDF സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിയിട്ടുണ്ട്. 1ാം ഡിവിഷനായ മനക്കപ്പടിയിൽ പത്രിക നൽകിയ സെറീന ഷാജിയുടെ, 11ാം ഡിവിഷനായ വരാപ്പുഴയിൽ പത്രിക നൽകിയ ജോൺസൺ പൂനത്തിന്റെയും പത്രികകളാണ് തള്ളിയത്. ഇവിടെ പക്ഷേ അവർക്ക് ഡമ്മികളുണ്ട്, അതുകൊണ്ട് അപ്പോൾ പ്രതിസന്ധിയില്ല. പക്ഷേ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDFിന്റെ സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ് എറണാകുളത്ത് ഇപ്പോൾ UDF നേരിടുന്ന ഒരു പ്രതിസന്ധി. ശരി സാലി, എറണാകുളത്താണ് ഇത്തരത്തിലൊരു വലിയ തിരിച്ചടി ഇപ്പോൾ UDF നേരിടുന്നത്. UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുമ്പോൾ അവിടെ ഇനിയിപ്പോൾ UDFിന്റെ സ്ഥാനാർത്ഥിയില്ല എന്നൊരു വലിയ അവസ്ഥയാണ് അവിടെ ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.